ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തികച്ചും പ്രകൃതിദത്തവും എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ തൊടിയിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ നിൽക്കുന്ന ഒരു മാന്ത്രിക സസ്യത്തെക്കുറിച്ചുള്ള ഒരു അടിപൊളി വിശദീകരണമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇടയ്ക്കിടെ വല്ലാത്തൊരു ക്ഷീണമോ തലകറക്കമോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ ഉണ്ടാകാറുണ്ടോ? ഈ ലക്ഷണങ്ങൾ വളരെ സാധാരണമാണെന്ന് കരുതി നമ്മൾ പലപ്പോഴും അവഗണിക്കാറാണ് പതിവ്, അല്ലേ? എന്നാൽ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ചോർത്തിക്കളയുന്ന ഇതിന് പിന്നിലെ യഥാർത്ഥ വിലന്റെ വ്യാപ്തി ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഈ വലിയ സംഖ്യ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1.6 ബില്യൺ, അതായത് 160 കോടി. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടല് തോന്നുന്നില്ലേ? അതെ, ലോകമെമ്പാടുമുള്ള ഇത്രയധികം ആളുകളാണ് വിളർച്ച അഥവാ അനീമിയ എന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്നത്. ഇതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. മനുഷ്യന്റെ ഊർജ്ജം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു വലിയ ആഗോള പകർച്ചവ്യാധിയാണിത്. മെഡിക്കൽ റിപ്പോർട്ടുകളിലെ വെറും നമ്പറുകൾക്കപ്പുറം ഇത് മനുഷ്യജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അനീമിയ ഒരാളുടെ ശാരീരികവും മാനസികവുമായ ശേഷിയെ അക്ഷരാർത്ഥത്തിൽ കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ദൈനംദിന ജീവിതത്തിലെ കടുത്ത ക്ഷീണവും ഏകാഗ്രതയില്ലായ്മയും മാത്രമല്ല പ്രശ്നം. ഇത് ഭാവിയിലെ സുരക്ഷിതമായ മാതൃത്വത്തിനു വരെ വലിയൊരു ഭീഷണിയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിലെ കണക്കെടുക്കുമ്പോൾ 50%-ലധികം സ്ത്രീകളും കൗമാരക്കാരും ഈ അവസ്ഥ ദിനംപ്രതി അനുഭവിക്കുന്നവരാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം. അപ്പോൾ ഈ വലിയ പ്രശ്നത്തിനുള്ള ഉത്തരം എന്തായിരിക്കും? ഒരുപക്ഷെ ആ ഉത്തരം നമ്മുടെ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ ഉണ്ടാകാം. അതെ, നമ്മുടെ സ്വന്തം മുരിങ്ങ. ശാസ്ത്രീയമായി മൊരിങ്ങ ഒളൈഫേറ എന്ന് വിളിക്കുന്ന ഈ സാധാരണ മരമാണ് അനീമിയക്കെതിരെ പൊരുതുന്ന ആ അദൃശ്യനായ നായകൻ. ശരിക്കും ഹിമാലയൻ താഴ്വരകളിൽ ഉദ്ഭവിച്ച ഈ മുരിങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എത്ര വലിയ വരൾച്ചയെയും അതിജീവിച്ച് വളരെ വേഗത്തിൽ വളരാൻ ഇതിന് കഴിയും. പോഷകങ്ങളുടെ ഒരു വലിയ കലവറയായതിനാലും എണ്ണിയാലൊടുങ്ങാത്ത ഔഷധഗുണങ്ങളുള്ളതിനാലും ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ ഇതിനെ ട്രീ ഓഫ് ലൈഫ് അഥവാ അത്ഭുതവൃക്ഷം എന്നാണിപ്പോൾ വിളിക്കുന്നത്. ഇനി ഏറ്റവും കൗതുകകരമായൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പ്രശസ്തമായ ചില ഭക്ഷണങ്ങളുമായി മുരിങ്ങയൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. നമ്മൾ വിറ്റാമിൻ സിക്കായി ഓറഞ്ച് കഴിക്കാറുണ്ടല്ലോ. എന്നാൽ അതിനേക്കാൾ 7 ഇരട്ടി വിറ്റാമിൻ സി മുരിങ്ങയിലുണ്ട്. കാൽഷ്യത്തിനായി കുടിക്കുന്ന പാലിനേക്കാൾ 4 ഇരട്ടി കാൽഷ്യവും ഇതിലുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിനായി കഴിക്കുന്ന ക്യാരറ്റിനേക്കാൾ 4 ഇരട്ടി വിറ്റാമിൻ എ ആണ് മുരിങ്ങയിലുള്ളത്. മാർക്കറ്റിൽ നിന്നും നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന വില കൂടിയ സപ്ലിമെന്റുകളേക്കാൾ എത്രയോ മുകളിലാണ് ഈ സാധാരണ ഇലകളുടെ സ്ഥാനമെന്ന് നോക്കൂ. 8ാമത്തെ ഭാഗം, ഒരു ക്ലിനിക്കൽ ട്രയൽ. ഈ അത്ഭുതവൃക്ഷത്തെ അവർ ശാസ്ത്രീയമായി തന്നെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. കോയമ്പത്തൂരിലെ SRIPMS കോളേജ് ഓഫ് നഴ്സിംഗിൽ കൗമാരക്കാരായ പെൺകുട്ടികളിൽ നടത്തിയ 14 ദിവസം നീണ്ടുനിന്ന ഒരു പഠനം നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ ലളിതമായൊരു രീതിയാണ് അവരിതിൽ ഉപയോഗിച്ചത്. വിളർച്ചയുള്ള പെൺകുട്ടികൾക്ക് തുടർച്ചയായ 14 ദിവസത്തേക്ക് ദിവസവും വെറും 100 മില്ലിലിറ്റർ വീതം ഫ്രഷായി തയ്യാറാക്കിയ മുരിങ്ങയില സൂപ്പ് നൽകി. ആർക്കും വളരെ എളുപ്പത്തിൽ കൊടുക്കാവുന്നൊരു രീതിയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവുമല്ലേ? വെറുമൊരു സാധാരണ സൂപ്പ് കുടിച്ചതുകൊണ്ട് മാത്രം കടുത്ത ക്ഷീണവും തളർച്ചയും പോലുള്ള ബുദ്ധിമുട്ടുകളെ ശരിക്കും മാറ്റാൻ അവർക്ക് കഴിഞ്ഞോ? നമുക്കതിന്റെ ഫലമൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് ഇതാണ്. പരീക്ഷണത്തിനു മുമ്പ് 79.1% കുട്ടികൾക്കും അനുഭവപ്പെട്ടിരുന്ന കടുത്ത തളർച്ച ഈ സൂപ്പ് കുടിച്ചതിനു ശേഷം നേരെ 66.7% കുറഞ്ഞു. അതുപോലെ 58% ഉണ്ടായിരുന്ന ക്ഷീണം വെറും 20.8%-ലേക്കും തലവേദന 37.5%-ലേക്കും താഴേക്ക് പോയി. നോക്കൂ, ഇത് വെറും നമ്പറുകളല്ല, മറിച്ച് ദിവസവും ക്ഷീണം കാരണം ബുദ്ധിമുട്ടിയിരുന്ന കുറേ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റമാണിത്. ഈ പഠനത്തിന്റെ ഔദ്യോഗികമായ നിഗമനം വളരെ വ്യക്തമായിരുന്നു. മുരിങ്ങയില സൂപ്പ് നൽകുന്നതിനു മുമ്പും ശേഷവും ആ കുട്ടികളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവിൽ വളരെ പ്രകടമായ മാറ്റമുണ്ടെന്ന് ശാസ്ത്രീയമായി തന്നെ അവർ തെളിയിച്ചു. അനീമിയയ്ക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമായി മുരിങ്ങ ഇവിടെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ മുരിങ്ങ ഇത്രയും വേഗത്തിൽ റിസൾട്ട് തരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ രഹസ്യം ബയോ അവൈലബിലിറ്റി അഥവാ ജൈവലഭ്യത എന്ന പ്രക്രിയയിലാണ്. മുരിങ്ങയിൽ ഉയർന്ന അളവിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അത് ശരീരത്തിലേക്ക് കൃത്യമായി ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ വിറ്റാമിൻ സി അത്യാവശ്യമാണ്. മുരിങ്ങയിൽ വിറ്റാമിൻ സിയും ഉയർന്ന അളവിലുണ്ട്. ഇവ രണ്ടും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ ഇരുമ്പ് പൂർണ്ണമായും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. പല കൃത്രിമ ഗുളികകൾക്കും കഴിയാത്ത ഒരു മാജിക്കാണിത്. 14ാമത്തെ ഭാഗം, ഈ സൂപ്പർഫുഡ് സൂപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം.
ഈ പ്രതിവിധി നമ്മളെ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് കൊണ്ടുവരികയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസിലും വന്ന നമ്മുടെ സ്വന്തം അടുക്കളയിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മാന്ത്രിക സൂപ്പിന്റെ റെസിപ്പിയാണിത്. ഇതിന്റെ ചേരുവകളൊന്ന് നോക്കൂ. 1.5 കപ്പ് മുരിങ്ങയില, കുറച്ച് ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരൽപ്പം നെയ്യും ഉപ്പും. ഫാർമസിയിൽ നിന്ന് വലിയ പണം കൊടുത്തു വാങ്ങുന്ന കൃത്രിമ മരുന്നുകളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിക്കേ. എത്ര കുറഞ്ഞ ചിലവിലും പ്രകൃതിദത്തമായും നമുക്ക് കിട്ടുന്ന ചേരുവകളാണിവ. ഇത് തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ മുരിങ്ങയില നന്നായി കഴുകിയെടുത്ത ശേഷം കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നായി ചതച്ചെടുക്കുക. ഇത് അല്പം ചൂടുള്ള നെയ്യിൽ ഉള്ളിയോടൊപ്പം വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ അതിലേക്ക് തക്കാളിയും കഴുകിവെച്ച ഇലകളും കുറച്ച് വെള്ളവും ചേർക്കുക. ശേഷം കുക്കറിൽ വെച്ച് ഒരു 4-5 വിസിൽ വരുന്നതുവരെ നന്നായി വേവിക്കുക. ഇതൊന്ന് അരിച്ചെടുത്താൽ മതി. നല്ല ചൂടുള്ള പോഷകസമൃദ്ധമായ സൂപ്പ് റെഡി. തണുപ്പുകാലത്തായാലും മഴക്കാലത്തായാലും കുടിക്കാൻ പറ്റിയ, ശരീരത്തിനും മനസ്സിനും നല്ലൊരു കുളിർമ നൽകുന്ന അടിപൊളി സൂപ്പാണിത്. ഇത് വെറുമൊരു സൂപ്പല്ലട്ടോ. വിളർച്ചയും കാൽഷ്യത്തിന്റെ കുറവും പൂർണ്ണമായും മാറ്റാനും നമ്മുടെ രോഗപ്രതിരോധശേഷി വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ഒരു അത്ഭുത ഔഷധമാണിത്. നിങ്ങളെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം. നിങ്ങളെ ദിവസവും തളർത്തുന്ന ആ വലിയ ക്ഷീണത്തിനുള്ള പരിഹാരം ഒരുപക്ഷേ നിങ്ങളുടെ വീടിന് പുറത്ത് ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആ അത്ഭുത വൃക്ഷത്തിന്റെ രൂപത്തിൽ നിങ്ങളെയും കാത്തുനിൽപ്പുണ്ടാകാം അല്ലേ? നാളെ തന്നെ ഈ ലളിതമായ സൂപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നഷ്ടപ്പെട്ട ആ ഊർജം തിരികെ പിടിക്കൂ. കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.